ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് നിലം തൊട്ടത് ഇപ്പോഴാണ്. നമ്മുടെ റെസ്റ്റോറന്റ് കുറച്ചൊന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ്. ഇതുവരെ മൊത്തം റഷായിരുന്നു. ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഉള്ളിൽ കയറി പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് വന്നു, നോർമൽ കസ്റ്റമേഴ്സ് വന്നു. അപ്പൊ നമുക്ക് അതിനായിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല, കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ റിവ്യൂ പറയാൻ ഓക്കെ ആയിട്ടുള്ളവരുടെ അടുത്ത് നമുക്ക് ജെനുവിൻ റിവ്യൂ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഫൂട്ടേജസ് എടുത്തു. ലഞ്ച് ടൈം ഒന്ന് കഴിഞ്ഞപ്പോ കുറച്ചൊരു ഗ്യാപ്പ് വന്നതാണ്. അതെ, നമ്മളിത് എന്താണ് ഇനാഗ്രേറ്റ് ചെയ്ത് പിന്നെ ആ പള്ളിയിൽ പോയി വന്ന സമയം മുതൽ ഞങ്ങൾ നിലം തൊട്ടിട്ടില്ല. 3:30 കഴിഞ്ഞു. ചെറിയൊരു ഗ്യാപ്പ്. 4:30 ഗൈസ്, ഇനി നമുക്ക് വെറുതെ ഒന്ന് ഇവിടെ നടന്നു കാണാം. ഞങ്ങൾക്ക് ഇതിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ഇലകളെ പറ്റി വരെ കഥകളുണ്ട് ഗൈസ്. കാരണം അത്രയും ഞങ്ങളെ എന്താ പറയാ, നമ്മളെ ഫുൾ നമ്മൾ ഇട്ടിട്ട് ചെയ്ത ഒരു സംഭവമാണിത്. അപ്പൊ ഈ റെസ്റ്റോറന്റിന്റെ തീം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു റോയൽ തീമാണ് ഉദ്ദേശിച്ചത്. ഒരു എന്താ പറയാ, ഗോൾഡൻ ലൈറ്റ്സും ഗോൾഡൻ ലെറ്റേഴ്സും. നമ്മുടെ പൽമാസ എന്നുള്ള ലെറ്റർ തന്നെ ഗോൾഡൻ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ അതിന്റെ ക്വാളിറ്റി എന്നും നിലനിൽക്കണം എന്നുള്ള ആ ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ആ ഗോൾഡൻ ലെറ്റേഴ്സ് ആണ് നമ്മൾ ചെയ്തത്. ഗൈസ്, ഇതിന്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലേക്ക് എത്തിയ തുടക്കത്തിൽ കുറച്ച് കഥകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ജേർണി ഞങ്ങൾ എന്തായാലും ഇടുന്നുണ്ട്. കാരണം ഈ ഒരു ഇത്രയും വലിയൊരു സംഭവം ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്സും ഞങ്ങൾ ഒരുപാട് കഥകളും ഞങ്ങളുടെ ഒരുപാട് കഷ്ടപ്പാടുകളും ഉണ്ട്. അപ്പൊ അത് ശരിക്കും എന്താണ്, അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും ഇടുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ പറയുന്നതിന്റെ ഇടയിൽ കസ്റ്റമേഴ്സ് വന്നപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് പോകുന്നതാണ്. അപ്പം ഇതാണ് ഗൈസ് ഞങ്ങളുടെ സ്വപ്നമായ പൽമാസാദ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് മതിയാവുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാം എത്രത്തോളം നമ്മുടെ ഒരുപാട് ഇത്രയും വർഷത്തെ ജേർണിയിൽ നിങ്ങളും കൂടെ ഉണ്ടായതാണ്. അപ്പൊ ഞങ്ങളുടെ സ്വപ്നങ്ങൾ കണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ ആ ഒരു വലിയ സ്വപ്നം എത്തിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളാണ് വിജയിപ്പിക്കുന്നത്. അതെ, ഞങ്ങള് എഷ്യൂർ ചെയ്യുന്ന ക്വാളിറ്റിയാണ്. ഞങ്ങൾ അതിനു വേണ്ടി അത്രയും പരിശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഫുഡ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും എന്താണെങ്കിലും ആ ക്വാളിറ്റി ഞങ്ങൾ ഉറപ്പ് തരികയാണ്, ഉറപ്പായിട്ടും വരിക. ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ സൗഹൃദം ചേർത്ത രുചി എന്നാണ്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരിക. ശരിക്കും ഞങ്ങളുടെ സൗഹൃദത്തിന്റെ മുകളിൽ ഞങ്ങൾ കെട്ടിപ്പടുത്തത് തന്നെയാണിത്. ഇവിടുത്തെ രുചി ശരിക്കും നിങ്ങള് അറിയുക, അതിന്റെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ അറിയിക്കുക. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരിൽ കേൾക്കാനും ബാക്കി എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്താനും റെഡിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അപ്പൊ എന്തായാലും വരിക, നിങ്ങളെ സ്വീകരിക്കാൻ കുറച്ച് ദിവസം എന്തായാലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വരണം, ഫാമിലി ആയിട്ട് വരണം, ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണം. ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മണ്ണാർക്കാട്, ഇവിടെ അട്ടപ്പാടി റോഡിലാണ്. ഇവിടെ ദാറുൽ നജാത്ത് സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പൽമാസ ഫാമിലി റെസ്റ്റോറന്റ് നിൽക്കുന്നത്. എല്ലാരും എന്തായാലും വരിക, എല്ലാരും വന്നിട്ട് ഞങ്ങളുടെ സൗഹൃദം ചേർത്ത രുചി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോ ഇതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളുടെ കൂടെ ഇത്ര കാലം നിന്നതിന് ഇനി സപ്പോർട്ട് വേണം എന്നുള്ളത് ഞങ്ങൾ പറയാണ്. ഇതിനെ വിജയിപ്പിക്കാനും നിങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാരും വന്ന് ഭക്ഷണം കഴിച്ച് ഹൃദയവും മനസ്സും വയറും നിറച്ചിട്ട് പോകും.